ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. പരാതിയില്ല എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടവും ഒപ്പമുള്ളവരൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു, പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ഒരു വലിയ വിഭാഗം നേതൃത്വം ഒന്നടങ്കം ചോദിച്ചുകൊണ്ടേയിരുന്നത് പരാതി എവിടെ എന്നായിരുന്നു. ഇപ്പോൾ പരാതി വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ പരാതി കൊടുക്കാതിരിക്കാനുള്ള കാരണം കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറേയേറെ വോയിസ് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അത് സാധാരണ ആളുകൾക്ക് കേട്ടിരിക്കാൻ വേണ്ടി കഴിയാത്ത തരത്തിലുള്ള അങ്ങേയറ്റം നമുക്ക് ദുഃഖം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രമല്ല, നേരത്തെയും നിങ്ങളുടെ ചാനൽ വഴി വേറൊരു പെൺകുട്ടിയുടെ ഓഡിയോ സന്ദേശം വന്നിരുന്നു, ഒരു ടെലിബൈറ്റ് വന്നിരുന്നു. അപ്പോൾ നിരവധി ആളുകൾ പരാതി കൊടുക്കാൻ ഇനിയും മുന്നോട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ റിനി എന്ന് പറയുന്ന എറണാകുളത്തെ ഒരു പെൺകുട്ടിയാണ് ആദ്യം തന്നെ ഈ കാര്യത്തിനകത്ത് ശക്തമായ ഒരു നിലപാട് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അവരപ്പോൾ തന്നെ പറയുന്നുണ്ട്, എന്നോട് ആ നിലയിൽ പെരുമാറിയിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ശ്രമം നടന്നു, ഞാൻ ആ വലയിൽ വീണില്ല. പക്ഷേ ഇങ്ങനെയുള്ള വലയിൽ വീണ ധാരാളം കുട്ടികൾ ഉണ്ട്, അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തത്. അതുകൊണ്ട് പരാതി കൊടുക്കാൻ ആളുകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം എന്നായിരുന്നു അവരന്ന് പറഞ്ഞത്. ഇപ്പോഴിതാ ഒരാൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പരാതി കൊടുക്കാൻ വരുന്ന ആളുകളെ സൈബറിടത്തിൽ വെച്ച് ആക്രമിക്കുക, അവർക്കെതിരായിട്ട് ആക്ഷേപങ്ങൾ ചൊരിയുക, ഇതിനു വേണ്ടിയിട്ട് കുറച്ച് യൂട്യൂബർമാരെ പണം കൊടുത്ത് ഇറക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പം കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാഗത്ത് നടന്നുകൊടുക്കുന്നത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇവരെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇപ്പോൾ കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗം ഈ രാഹുൽ മാങ്കൂട്ടം, ഷാഫി ഒരു അധോലോകമായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് ചില കാര്യങ്ങൾ പറയണമെന്നൊക്കെ ഉണ്ടെങ്കിലും അവർ പോലും ഇവരെ ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയതും അയാൾക്ക് നേരെ നടന്നിട്ടുള്ള സൈബർ ആക്രമണവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ക്രിമിനൽ സംഘമായിട്ട് കോൺഗ്രസിൽ ഇവർ പിടിയുറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവരെ ഭയന്നിട്ടാണ് മറ്റ് നേതാക്കന്മാരൊക്കെ ഇവർക്ക് അനുകൂലമായി പോലും പറയുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ഇനി പരാതിയില്ലല്ലോ, അതുകൊണ്ട് അയാൾ വിശുദ്ധനാണ് എന്ന നിലയിലുള്ള വാദങ്ങൾ കോൺഗ്രസ് നടത്താൻ വേണ്ടി കഴിയില്ല. ഇനി കോൺഗ്രസിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കോൺഗ്രസ് എന്താണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇത്രയും ദിവസം പറഞ്ഞ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു തുടങ്ങി. സസ്പെൻഡ് ചെയ്തിട്ടും പാലക്കാട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അയാളാണ്. പാലക്കാട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നു, പാലക്കാട് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു, സ്ഥാനാർത്ഥികളുടെ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നു, മുസ്ലിം ലീഗിൻ്റെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നു. ഇയാൾ പാലക്കാട് ഇറങ്ങുമ്പോൾ ഇയാളെ സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹികൾ വരുന്നു, KSUക്കാർ കൂടെ നടക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, ആരവമുണ്ടാക്കുന്നു. ഒക്കെ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃനിര ഈ വിഷയത്തിനകത്ത് എന്തു പറയുന്നു എന്ന് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം, ഇനി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് തുടരാനുള്ള അർഹതയില്ല. അതായത് MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്നുള്ള ആവശ്യം തന്നെയല്ലേ ഡിവൈഎഫ്ഐ? തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ അനുഭവത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യമാണ്. നേരത്തെ ഏതെങ്കിലും ആളുകൾ തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ചില വ്യക്തികൾ തമ്മിലുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്, അതൊന്നും ആ നിലയിലാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഒരു സീരിയൽ ടൈപ്പാണ്. എത്ര പെൺകുട്ടികളാണ് മുന്നോട്ട് വന്ന് പറഞ്ഞത്. ഇപ്പോൾ പരിചയപ്പെടുന്ന മുഴുവൻ ആളുകളെയും ഈ നിലയിൽ കാണുക, ഈ നിലയിൽ അവരെ വശപ്പെടുത്തുക, അവരെ ഗർഭിണിയാക്കുക, ഗർഭചിത്രം നടത്തുക, ഗർഭചിത്രം നടത്തിയിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുക, ഇത് നരഹത്യയാണ്. ഒരേ സമയത്ത് നരഹത്യ നടത്തുന്നു, ഭീഷണി നടത്തുന്നു, അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു. ഇതൊക്കെ ഈ നിലയിൽ ഈ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അധികാരം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു, ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ഒരാൾക്ക് ഇങ്ങനെയൊക്കെല്ലാം പ്രവർത്തിക്കാനുള്ള എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിശക്തമായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഒരു കാരണവശാലും ഇനി കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല. അപ്പം അതിന് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കി പുറത്താക്കിയതായ പ്രഖ്യാപനം നടത്തും എന്നാണ് കരുതുന്നത്. ഇത് ഈ പരാതി കൊടുത്തതിന് ശേഷവും കേസെടുത്തതിന് ശേഷവും ചില കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരുടെ കയ്യില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും നയിക്കുന്ന ഒരു വിഭാഗം ക്രിമിനൽ സംഘത്തിൻ്റെ കയ്യിലാണ്. അവരുടെ വാർ റൂമിൽ എന്താണോ തീരുമാനിക്കുന്നത് അത് മാത്രമേ കോൺഗ്രസിൽ നടക്കൂ. സതീശന് പോലും മിണ്ടാൻ കഴിയില്ല.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കാലത്തും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏറ്റവും കോൺഗ്രസിൽ ഒരുപക്ഷെ KPCC പ്രസിഡന്റിനേക്കാൾ പവർഫുള്ളായിട്ടൊരു പോസ്റ്റാണ് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് പോലും സൈബർ അറ്റാക്ക് നടന്നിട്ട് KPCC യോഗത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് അവിടെ വിലപിക്കുകയല്ലേ ചെയ്തത്. എന്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു? ആരുടെയെങ്കിലും പേര് നടപടി എടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഈ സംഘത്തിൻ്റെ കൈകളിലാണ് കോൺഗ്രസ് ഉള്ളത്. അപ്പോൾ അതുള്ള കാലത്തോളം കോൺഗ്രസിൻ്റെ നേതൃനിര ഇയാളെ സംരക്ഷിക്കും. മിനിഞ്ഞാന്നാണല്ലോ സുധാകരൻ പറഞ്ഞത്. സതീശൻ എന്താണ് പറഞ്ഞത്? സതീശൻ ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ നേതൃനിര കൂടിയാലോചിച്ച് AICCയുടെ അനുവാദത്തോടുകൂടി എടുത്ത തീരുമാനം എന്നാണ്. അപ്പോൾ AICCയിൽ അംഗമായിട്ടുള്ള സുധാകരൻ എന്ന് പറയുന്ന ഇവരുടെ MP ഒരു ജനപ്രതിനിധി ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മിനിഞ്ഞാന്ന് പറഞ്ഞു, എന്ത് പറഞ്ഞു? അയാൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും ഒരു വലിയ കാര്യമല്ല, അതൊക്കെ നമുക്ക് ക്ഷമിച്ചു കൊടുത്ത് അയാളെ നമുക്ക് പൊതുമണ്ഡലത്തിൽ സജീവപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. ഇത്രയേറെ പെൺകുട്ടികളുടെ നിലവിളിയും ഇതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ഇങ്ങനെ പുറത്തു നിൽക്കുന്ന സമയത്ത്, ആരോപണം മാത്രമല്ല തെളിവുകളാണ് പുറത്തു വന്നത്, ഒരാളുടെ പേരിൽ ആരോപണമായിരുന്നില്ല. അപ്പോൾ ഈ തെളിവുകളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും സുധാകരനെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ ആസൂത്രിതമാണ്. ഇപ്പോൾ സുധാകരനെ കൊണ്ട് പറയിക്കുന്നു, ഷാഫി ഒരു ഭാഗത്ത് മറ്റു തലത്തിൽ ഇടപെടുന്നു, പ്രത്യേക വാർ റൂം തുറക്കുന്നു, സിനിമാ നടിമാരെ രംഗത്തിറക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ എവിടെ നിന്നാണ് ഇത്രമാത്രം പണം? ഈ ഫേസ്ബുക്കിലും ഈ സോഷ്യൽ മീഡിയയിലും വമ്പൻ PR സംഘങ്ങളെ വെച്ചിട്ട് ഈ പ്രതിച്ഛായ നിർമ്മാണത്തിനും ഇത്തരം കാര്യങ്ങൾക്കും വേണ്ടിയുള്ള പണം എവിടുന്ന്? അപ്പം അത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ കൂടെ പറയാൻ വേണ്ടി പോകുന്നൊരു കാര്യം, അവർ വയനാടിന് വേണ്ടി പിരിച്ച പണത്തിൻ്റെ കണക്കിനിയും പറഞ്ഞിട്ടില്ല. വയനാട്ടിൽ 30 വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചു. യഥാർത്ഥത്തിൽ മരണവീട്ടിലെ പോക്കറ്റടി എന്നൊക്കെ പറയുന്നത് നമ്മൾ ആലങ്കാരികമായിട്ട് പറയുന്നതാണെങ്കിലും അക്ഷരാർത്ഥത്തിൽ മരണവീട്ടിൽ നിന്ന് പോക്കറ്റടിച്ച ആളുകളാണ് യൂത്ത് കോൺഗ്രസ്സുകാർ. അപ്പോൾ ആ ദുഃഖത്തിൽ പങ്കെടുക്കുന്നു, ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് പറഞ്ഞ് ദുരന്തമുഖത്ത് പോയിട്ട് പണം പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുക, ആ പണം എന്തിനാണോ പിരിച്ചത് അതിന് ഉപയോഗിക്കാതിരിക്കുക, അതിന് ഇത്തരം ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ വളരെ ഗൗരവമായ പ്രശ്നം, ഇതിനെല്ലാം ചെലവഴിക്കുന്ന പണം ഇങ്ങനെയെല്ലാമുള്ള ദുരന്തമുഖത്തെ മുൻനിർത്തി പിരിച്ചതാണ് എന്ന കാര്യം കൂടി കേരളം മറന്നു പോകരുത്. രാഹുൽ ഒളിവിൽ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പോലീസ്, കേരളത്തിലെ പോലീസ് വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. നേരത്തെ മൂന്നാമത് ഉള്ള കക്ഷിയിലാണ് പരാതി കൊടുത്തത്. അപ്പോൾ അങ്ങനെ പരാതി കൊടുത്തപ്പോൾ തന്നെ പോലീസ് വനിതാ IPS ഓഫീസർ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വിവരങ്ങളൊക്കെ ശേഖരിച്ചെങ്കിലും കേസെടുക്കണമെങ്കിൽ, ഇയാളുടെ പേരിൽ FIR ഇടണമെങ്കിൽ കൃത്യമായിട്ടും പരാതി വേണം. അപ്പോൾ ആ പരാതി ഇപ്പോൾ ഇന്നലെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ശക്തമായ ആക്ഷൻ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് ആ നിലയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. DYFI ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മാത്രമല്ല, സാധാരണ നിലയിൽ നമ്മുടെ ഈ പൊതുമണ്ഡലത്തിൽ, പൊതു രാഷ്ട്രീയത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രമാത്രം ക്രിമിനലായിട്ടുള്ള ഒരാൾ ഈ സ്ഥാനത്തിരുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം ക്രിമിനൽ ബുദ്ധിയാണ്. സംസ്ഥാന പ്രസിഡന്റ് ആവുന്നത് തന്നെ തമിഴ്നാട്ടിലെ വിജയ്ക്കുൾപ്പെടെ ഇവിടെ വോട്ട് നിശ്ചയിച്ചിട്ടാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ സിനിമാ നടന്മാർ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഇലക്ഷനിൽ വോട്ട് ചെയ്ത അനുഭവം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള വ്യാജ കാർഡടിച്ചും ഇങ്ങനെയെല്ലാമുള്ള പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റീൽസ് ഉണ്ടാക്കിയിട്ടും പണം പിരിച്ചിട്ട് ആ പണം പിരിച്ച കാലത്ത് ഉപയോഗിക്കാതിരുന്നിട്ടൊക്കെ നടത്തിയിട്ട് ഇടപെടൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഘത്തെ വീണ്ടും എന്തിനാണ് കേരളീയ സമൂഹത്തിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്നതാണ് ചോദ്യം. അപ്പോൾ ഇത് കൃത്യമായി കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല, കേരളത്തിലെ രാഷ്ട്രീയ സംശുദ്ധതയോടുകൂടി പ്രശ്നമാണ്. അതുകൊണ്ട് ഇതൊരു കക്ഷി രാഷ്ട്രീയത്തിന് മാത്രം പ്രശ്നമായിട്ട് എടുക്കാതെ കേരളത്തിലെ പൊതുമണ്ഡലത്തിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയോട് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചെയ്യേണ്ടത് അടിയന്തിരമായും ഇദ്ദേഹത്തെ പുറത്താക്കി MLA സ്ഥാനം രാജിവെപ്പിച്ച് ഒഴിവാക്കലാണ്. അത് ചെയ്യുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും MLA സ്ഥാനം രാഹുൽ രാജിവെക്കണം, പ്രതിഷേധം ശക്തമാക്കും എന്ന് വ്യക്തമാക്കുകയാണ് DYFI. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവശിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.